തെരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരുമ്പോൾ ഇടതുപക്ഷത്തും UDF-ലും മാത്രമല്ല പ്രതിസന്ധി, NDA-യിലും ചില പൊട്ടിത്തെറികളും മറ്റുമുണ്ട്. അത് വർക്കല സീറ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ NDA-യിൽ കലഹം രൂക്ഷമാകുന്നത്. സീറ്റ് BDJS-ന് നൽകിയതിന് പിന്നാലെയാണ് BJP-യിൽ വലിയ വിമർശനം ഉയരുന്നത്. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ BDJS-നെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി വിടുമെന്നും പ്രാദേശിക നേതാക്കളുടെ ഭീഷണിയുണ്ട്. LDF സ്ഥാനാർത്ഥി V ജോയിയെ പരാജയപ്പെടുത്താൻ UDF സ്ഥാനാർത്ഥി വർക്കല കഹാറിന് വോട്ട് ചെയ്യാനുള്ള ആഹ്വാനവുമുണ്ട്. പ്രാദേശിക നേതാക്കളുടെ ശബ്ദരേഖയാണ് ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. അല്ല നോട്ടക്കിട്ടെന്ന് പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കണം. നമ്മളെ വോട്ടെല്ലാം കൂടെ കഹാറിന് കൊടുക്കുക. നമ്മളെ BJP താമരയിൽ ഒരു ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജോയി എങ്ങനെയെങ്കിലും വർക്കല നിയോജക മണ്ഡലത്തിൽ തോക്കണം. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഒറ്റ ഇതേ ഉള്ളു. അല്ല നോട്ടക്കിട്ടെന്നും പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. നമ്മളത് വോട്ടിടാൻ പോവാതിരുന്നാലും ജോയി ജയിക്കും. അപ്പോൾ നമ്മളെ വോട്ട് നല്ല രീതിയിൽ ഇടുക. അത് കഹാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. BDJS-നെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും കൂടെ ഒറ്റ തീരുമാനം ഇതെടുത്താൽ മതി. ഇത്തരത്തിലുള്ള ശബ്ദരേഖയടക്കം ഇപ്പോൾ പ്രചരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ആണ് ഉള്ളത്. വർക്കലയിൽ BDJS സ്ഥാനാർത്ഥി ശ്രീനിവാസനെ മത്സരരംഗത്ത് ഇറക്കിയത് മുതൽ അവിടെ BJP-യിൽ വലിയ അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ പരസ്യമായി തന്നെ പുറത്തു വരികയാണോ അരുൺ? തീർച്ചയായിട്ടും BDJS-ന് സീറ്റ് നൽകിയ വലിയ അതൃപ്തി വർക്കലയിലെ BJP-ക്കുണ്ട്. വളരെ നേരത്തെ തന്നെ BJP-യുടെ ചുവരെഴുത്ത് പാർട്ടി ചിഹ്നത്തിൽ ചുവരെഴുത്ത് ആരംഭിച്ചതാണ്. അതിനൊടുവിലാണ് ഘടകകക്ഷികളുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ BDJS-ന് വർക്കല സീറ്റ് വിട്ടുകൊടുത്തുള്ള തീരുമാനം വന്നത്. വലിയ കലാപത്തിലേക്ക് സാഹചര്യങ്ങൾ പോവുകയാണ്. ഒരു കാരണവശാലും BDS-നെ അംഗീകരിക്കില്ല, BDS സ്ഥാനാർത്ഥി അംഗീകരിക്കില്ല നിലപാടിലാണ് പ്രാദേശിക BJP നേതൃത്വമുള്ളത്. മാത്രമല്ല അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി BJP-ക്കെതിരെ മത്സരിച്ചാലും പാർട്ടി നേതാവ് തന്നെ മത്സരിച്ചാൽ, ആലങ്കോട് ദാനശീലൻ എന്ന നേതാവ് തന്നെ മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹത്തിന് വേണ്ടി ഇന്നലെ തന്നെ ചില പോസ്റ്ററുകൾ പ്രവർത്തകർ തയ്യാറായി കഴിഞ്ഞു. വഴിമാറാൻ വർക്കല, വഴികാട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥി ആലങ്കോട് ദാനശീലൻ വിജയിപ്പിക്കുക എന്ന ആഹ്വാനവുമായി പോസ്റ്ററുകൾ ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് 11 തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ പൊട്ടിത്തെറിയിലേക്ക് വർക്കലയിലെ BJP സ്ഥാനാർത്ഥി നിർണ്ണയം പോവുകയാണ്. മാത്രമല്ല അവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, പാർട്ടി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന, മുന്നണി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അവിടെ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ ഉള്ള നീക്കം അത് നോട്ടയായിട്ട് വോട്ട് രേഖപ്പെടുത്തി പ്രതിഷേധം അറിയിക്കണം ഒരു വിഭാഗം പറയുമ്പോൾ അങ്ങനെയല്ല, വർക്കല കഹാറിന് വോട്ട് നൽകണം. വർക്കല കഹാറിന് വോട്ട് കൊടുത്താൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ കൂടി പരാജയപ്പെടുത്താൻ കഴിയും. അത് തങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെടുക മാത്രമല്ല, ഇടത് സ്ഥാനാർത്ഥിയെ കൂടി പരാജയപ്പെടുത്താൻ വേണ്ടി UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണമെന്ന ആഹ്വാനവും ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ തന്നെ ചില മണ്ഡലങ്ങളിൽ ഡീലുണ്ടെന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ നേതാവ് NS നുസൂർ ആരോപിച്ചിരുന്നു. തിരുവനന്തപുരത്ത് വട്ടൂർക്കാവ് UDF-നെ ജയിപ്പിക്കും, പകരം നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ ഒരു ഡീൽ നടക്കുന്നുവെന്ന് ആരോപിച്ചു. യെസ്, അതായത് അരുൺ സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോഴിതാ യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് കൂടിയായിരുന്ന നുസൂർ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇത്തരത്തിൽ ധാരണകൾ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതിനിടയിലാണ് വർക്കല കഹാറിന് വോട്ട് ചെയ്യണമെന്ന് BJP-യുടെ പ്രാദേശിക നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ ശബ്ദം അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഒരുപക്ഷെ അതിൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെ BJP ചോദ്യം ചെയ്തേക്കാം. എങ്കിൽ പോലും അവിടെ അസ്വാരസ്യങ്ങളുണ്ട്. വർക്കലയിൽ BDJS-ന്റെ സ്ഥാനാർത്ഥി ശ്രീനിവാസൻ മത്സരരംഗത്തേക്ക് വന്നതിന് എതിരെ നേരത്തെ തന്നെ BJP-യിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് BJP നേതാവ് ആലങ്കോട് ദാനശീലൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നതും എടുത്തു പറയേണ്ടത്. അങ്ങനെ വർക്കലയിൽ BJP-യിൽ NDA-യിൽ ഇപ്പോൾ കലഹം മൂർച്ഛിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.